ദയവ് ഇത് രണ്ടുപേരും എന്നെ ഒന്നും ചെയ്യരുത്. ഈ കൊറോണ കഴിഞ്ഞിട്ട് എനിക്ക് മീനുവിനെ കല്യാണം കഴിക്കണം, എന്നിട്ട് 2 കുട്ടികളും ഒക്കെ ആയിട്ട് സുഖമായി ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നിനക്ക് ഓവർ ആക്ടിങ് ഇത്തിരി കൂടുതലാ. താൻ എന്തായാലും അടിപൊളിയാളോടെ പൊട്ട. I love you. I love you, Ammo. I love you, എന്റെ വായാടി. ഈ കള്ള ചെറുക്കൻ നിന്റേതാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വപ്നമൊന്നുമല്ല, സത്യമാണ്. പുറത്ത് എത്ര ദേഷ്യവും അഹങ്കാരവും ഒക്കെ കാണിച്ചാലും മനസ്സിന്റെ ഏതോ ഒരു കോണില് അവനൊരു പാവാണെന്ന് എനിക്ക് അറിയാലോ. എന്തൊക്കെയാണെങ്കിലും അവൻ എന്റെ വേദാന്തല്ലേ. അവന്റെ ഈ ബിൽഡപ്പും ജാടയൊക്കെ എന്നോടല്ലേ കാണിക്കുന്നത്. ഞാൻ അവന്റെ പെണ്ണല്ലേ. എന്റെ മുന്നിൽ ഒന്ന് തോറ്റു തന്നാ അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എന്തിനാ അമൂല്യോട് ഇത്രയും ദേഷ്യപ്പെട്ട് പെരുമാറുന്നേ? എൻഡ് ഓഫ് ദ ഡേ ഷീസ് മൈ ലവ്. അവൾ എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പടപടാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. മനസ്സിൽ എന്ത് തോന്നിയാലും അത് പുറത്ത് പറയും. അതുകൊണ്ട് അവളുടെ മനസ്സ് എത്ര ക്ലീനാന്നറിയോ? ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് ഞാൻ എത്ര മോശമായിട്ടാ പെരുമാറിയേ? നോ, ഈ പ്രശ്നമൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ കല്യാണം കുളമാവും. ഐ തിങ്ക് ഐ ഷുഡ് ടോക്ക് ടു ഹർ. പാവം വേദൻ, ഞാൻ തന്നെ പോയി സംസാരിക്കാം. അയ്യോ, ആ കള്ളച്ചെറുക്കൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തേ ഫോണിൽ വിളിക്കുന്നേ? നേരിട്ട് പോയി അങ്ങ് സംസാരിക്കുന്നതല്ലേ നല്ലത്. അതാ ശരി. ഞാൻ നേരിട്ട് ചെന്ന് സംസാരിക്കുന്ന അവൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പാവം. അപ്പൊ ഇതാണ് കാര്യമല്ലേ? നിങ്ങളും ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കായിരുന്നു. ഞങ്ങളുടെ മുന്നിലൊക്കെ വെച്ച് വലിയ വഴക്കൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അറിയാതെ സീക്രട്ടായിട്ട് മീറ്റ് ചെയ്യാൻ പോവാണല്ലേ? റൗഡി കൊച്ചേ, നീ ഇന്നസെന്റ് റൗഡിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന്റെ കാരണം ദേ ഇതാണ്. അമൂല്യ എന്താ? അല്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. എന്നിട്ട് ഈ ഡ്രാമ കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വെറുതെ ഞങ്ങളെ കൂടെ ടെൻഷൻ അടിപ്പിച്ചില്ലേ? ഞങ്ങളുടെ മുമ്പിൽ സ്നേഹം കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്?
സോറി അമൂല്യ, തെറ്റെന്റെ ഭാഗത്താ. ഐ എം റിയലി സോറി. നീ മാത്രമല്ല തെറ്റ് ചെയ്തത്, ഞാനും തെറ്റ് ചെയ്തു. ഐ എം സോ സോറി വേദാന്ത്. അത് ശരി, ഇവിടെ എന്നെ ഹഗ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സോറി പറയില്ല. വന്നിട്ട് വെറുതെ എന്നെ നോക്കി നിൽക്കുകയാണ്. ഓരോന്ന് ഇമാജിൻ ചെയ്ത് വെറുതെ ഞാൻ സമയം കളഞ്ഞു. അമ്മ സംസാരിക്കണമെന്ന് വിചാരിച്ചതൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും ഈഗോ കൂടുതലാണ്. സോറി പറയാൻ വേണ്ടി തന്നെ വന്നത്, പക്ഷെ അതിന് പറ്റുന്നില്ലല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഒന്ന് കാറ്റുള്ള ഫ്രഷ് എയർ. നീ എന്തിനാ വന്നേ? എനിക്ക് വരാൻ തോന്നി, ഞാൻ വന്നു. ഓ, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്താ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നോ, എനിക്കൊന്നും സംസാരിക്കില്ല. ആയിക്കോട്ടെ. അളിയ, ഈ പ്ലാനും വർക്കൗട്ട് ആവില്ലല്ലോ. ഞാനും അത് തന്നെയാ. എന്റെ ഡാർലിംഗ്. ഹായ് ഡാർലിംഗ്, എന്താ അവിടെ വിശേഷം? സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. എല്ലാവരും നിന്റെ അടുത്ത് തന്നെ ഉണ്ടോ വിക്കി? എന്തോ സന്തോഷമുള്ള കാര്യം പറയാനല്ലേ വിളിച്ചത്. പക്ഷെ ഇവിടെ കല്യാണ ചെക്കനും പെണ്ണും തമ്മിൽ നല്ല വഴക്കാണ്. ആ വഴക്കൊക്കെ സമാധാനിപ്പിച്ച് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടുക. അയ്യോ എന്റെ പിള്ളേരെ, അതിനൊക്കെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ വേദാന്തനുണ്ടല്ലോ, അമൂല്യ എന്ന് പറഞ്ഞാൽ ജീവനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ശരി, ഞാൻ എന്തിനാ വിളിച്ചെന്ന് പറയാൻ മറന്നുപോയി. ഞങ്ങളെല്ലാവരും നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻഗേജ്മെന്റിന് പെണ്ണിനെയും ചെറുക്കനെയും റെഡിയാക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്കാ. ഓ, ആണോ മുത്തശ്ശി? അല്ല, ട്രാവലൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല മോനെ. നിന്റെ അച്ഛൻ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെ വന്നാലും പെർമിഷൻ വാങ്ങിക്കുമെന്ന് ശ്രീധർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആണല്ലേ? ശരി, വേഗം വാ. ഞങ്ങളിവിടെ ചേട്ടന്റെ എൻഗേജ്മെന്റ് എത്രയും പെട്ടെന്ന് നടന്നു കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളും കൂടെ വരികയാണെങ്കിലേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. നിങ്ങൾ എത്തുമ്പോഴേക്കും ഈ റിസോർട്ട് എൻഗേജ്മെന്റിന് റെഡി ആയിരിക്കും. നിങ്ങളൊന്ന് വേഗം എത്തിയാൽ മതി. ശരി, ഞങ്ങള് വേഗം വരാം. നിങ്ങൾ സൂക്ഷിക്കണം. നാളെ ഒരു ദിവസത്തേക്ക് ഹീറോയിനും തമ്മിൽ വഴക്കുണ്ടാകാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. ആ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അവരേതൊക്കെ കാര്യത്തിൽ എപ്പോഴൊക്കെ വഴക്കുണ്ടാക്കുമെന്ന് അവർക്ക് പോലും അറിയില്ല. വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ആ വഴക്കിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് കൂടുതൽ വഷളാകാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല. ശരിയാ ഡാർലിംഗ്, കറക്റ്റ്. ബൈ. എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ കാര്യങ്ങളൊന്നും ഓക്കെയല്ല. എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കേ.
ഞാൻ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തോണ്ടിരിക്കുക ഇവിടെ. ബോസ്, ബോസ്. ഗുഡ് മോർണിംഗ് ബോസ്. ഇന്ന് ബോസിന്റെ എൻഗേജ്മെന്റാ. വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വരൂ. ബോസിന്റെ ഡ്രസ്സൊക്കെ റെഡിയാ, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ഷട്ട് അപ്പ് സുമേഷ്. വാട്ട് നോൺസെൻസ്. ഇന്ന് എൻഗേജ്മെന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? ആരോട് വെച്ചിട്ട് അറേഞ്ച് ചെയ്തെന്ന്? ഇന്ന് ഒരു എൻഗേജ്മെന്റ് നടക്കണ്ട, എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. അയ്യോ, അങ്ങനെ പറയരുത് ബോസ്. ഇന്ന് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ചുമ്മാ നെഗറ്റീവ് ഒന്നും പറയരുത് ബോസ്. ഇതൊക്കെ പറയുന്ന നേരത്തെ നാവില് ഗുളികം കയറി നിൽപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. വാട്ട് നോൺസെൻസ് സുമേഷ്. ഈ ഗുളികനും രാഹുവിനും ഒന്നും ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഈ പണി തന്നെ ആയതുകൊണ്ടാണല്ലോ അവര് നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് ബോസ്. ഞാൻ ബോസിന്റെ അത്രയും കഴിവും ബുദ്ധിയൊന്നും ഉള്ളവനല്ല. എന്നാലും ഒരു കാര്യം പറയുക ബോസ്, ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും നല്ല ദിവസമാ. ദയവ് ചെയ്ത് അമൂല്യ മേഡമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. മേഡം എന്ത് പറഞ്ഞാലും അതൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും. ഞാൻ എന്തിനാ അവള് പറയുന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നേ? ഞാൻ അവളുടെ വീട്ടിലെ പട്ടിയാ. അവിടെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. അയ്യോ ബോസ്, കുറച്ച് ദിവസം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ബോസ്. നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ബോസ് പറയുന്നത് മേഡം കേൾക്കും. പണ്ട് ആരാണ്ടോ പറഞ്ഞതൊക്കെ എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട് ബോസ്. പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമല്ല, പരസ്പരം റെസ്പെക്ട് കൂടിയാ. ഈ വഴക്കൊക്കെ മേഡമായിട്ടല്ലേ ബോസ്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബോസ്. എടാ സുമേഷേ, ഒരു 100 കല്യാണം കഴിച്ച ആളെ പോലെ താൻ സംസാരിക്കല്ലേ. ഞാൻ എന്തിനാടോ എല്ലാ പ്രശ്നങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നേ? ഞാൻ പറയുന്ന ഇപ്പോഴേ അവള് കേൾക്കുന്നില്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞുള്ള കാര്യം പറയണോ? നോൺസെൻസ്. അമൂല്യ മേഡമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബോസിന്റെ ജീവിതം എങ്ങനെയായി തീരുവെന്ന് ഒരിക്കലെങ്കിലും ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇമാജിൻ ചെയ്യുമ്പോ പോലും സമാധാനം കിട്ടുന്നില്ല. നോൺസെൻസ്. അപ്പോ ബോസിന് ഇനി മേഡത്തിനെ വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത് ബോസ്? Will you just shut up, സുമേഷ്? ഞാൻ പറയുന്ന വാക്ക് അത് വാക്ക് തന്നെ ആയിരിക്കും. ആൻഡ് വൈ ഷുഡ് ഐ? അല്ല, ഞാൻ എന്തിനാ അവളോട് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നേ? അവൾക്ക് ഇങ്ങോട്ട് വന്ന എന്താടോ? എന്തായാലും ഞാൻ അവളുടെ കാല് പിടിക്കില്ല, തീർച്ചയായിട്ടും പിടിക്കില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ദൈവമേ. ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ എന്ത് ഐഡിയ ഉപയോഗിക്കും? എന്റെ തലയിലാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഐഡിയ വരുന്നുമില്ല. വിക്രാന്ത് സിദ്ധാർത്ഥൊക്കെ എവിടെ പോയി? ഓ, അവരോ? അവരുടെ കാര്യം ഒന്നും പറയണ്ട ബോസ്. അവർ ഈ എൻഗേജ്മെന്റ് സ്പീഡപ്പ് ആക്കാൻ ഓടി നടന്ന് വർക്ക് ചെയ്യുക. അവരുടെ സ്പീഡ് എത്രയാണെന്നറിയോ? എതിരെ ആര് വന്നാലും ഇടിച്ച് തെറിപ്പിച്ച് കളയും. സുമേഷ് തന്നോട് എത്ര തവണ പറഞ്ഞു ഇന്ന് എൻഗേജ്മെന്റ് നടക്കില്ലെന്ന്? നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കണം. എന്റെ സമ്മതം ഇല്ലാതെ എന്റെ നിശ്ചയം നിങ്ങൾ എങ്ങനെ നടത്തും? എന്താ ബോസ് ഇത്? എന്റെ മീൻ ഒന്ന് സമ്മതിച്ചാൽ അവളുമായിട്ടുള്ള കല്യാണം എപ്പോ നടക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുക ഞാൻ. നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് അത് വീട്ടുകാർ സമ്മതിച്ച് അവര് തന്നെ ഈ എൻഗേജ്മെന്റ് നടത്തി തരാമെന്ന് പറഞ്ഞ് എല്ലാ ഏർപ്പാടും ചെയ്തപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ? തന്നോട് ആരാ ഇപ്പൊ സജഷൻ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. വെറുതെ ആരും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഇപ്പൊ ബോസിന്റെ മൂഡ് അത്ര നല്ലതല്ല എന്ന് മനസ്സിലായി. കൂടുതൽ സംസാരിച്ച് എനിക്കുള്ള കുഴി ഞാൻ തന്നെ കുഴിക്കുന്നതിന് പകരം എന്തെങ്കിലും ആകട്ടെ എന്ന് ആലോചിച്ച് ഞാൻ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. കല്യാണം
ഉന്മാദം ആർത്ത് കൊള്ളട്ടെ ആഘോഷ ഇന്ന് പ്രകമ്പനം. നടക്കാൻ പോകുന്നത് നിന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റാ, കല്യാണമല്ല. നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? ചേട്ടാ വിക്രാന്ത്, നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചതൊക്കെ വിക്കി കേട്ടോന്ന് ഓർത്തിട്ട് എനിക്കകെ പേടിയാവുന്നു. തിയറി ഒക്കെ ഓക്കെയാ, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ സേഫ് ആണെന്നാണോ പറയുന്നത്? ഈ കാര്യത്തിൽ നമ്മൾ സേഫ് തന്നെയാ. വിക്കി ഒന്നും കേട്ടിട്ടില്ലെന്നേ, അത് വിട്ടുകളാ. ഞാനൊന്നും കേട്ടില്ല അറിഞ്ഞില്ല എന്ന് വെച്ചിരിക്കായിരുന്നല്ലേ. പക്ഷെ നിങ്ങളെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം മദർ ഇന്ത്യ. കാരണം ഉണ്ടളിയ, അതുകൊണ്ടാ അവരെ രണ്ടുപേരെക്കാൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. എന്താന്ന് വെച്ചാ റൗഡി കൊച്ച് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ മരുമോളായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ചേട്ടന്റെ ലൈഫും നമ്മുടെ ലൈഫും നമ്മുടെ കുടുംബത്തിന്റെ ഭാവി മുഴുവൻ സന്തോഷത്തിലാവണമെങ്കിൽ റൗഡി കൊച്ച് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നേ പറ്റും. ഏയ് സുഹാസിനി, അളിയ, വേദാന്തിന്റെ കല്യാണ കാര്യത്തിൽ നീ കുറച്ചധികം ഇമോഷണൽ ആണെന്ന് തോന്നുന്നു. അതൊക്കെ ശരിയാ. കാര്യം എന്താണെന്നൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാപ്പി 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 ചായ് 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 കാപ്പി കാപ്പി കാപ്പി. എന്നാ എടുത്തോ, ചായ കുടിക്കൂ, സമാധാനിക്കൂ, ചായ കുടിച്ച് ഫ്രഷ് ആകൂ. പൊട്ട ചേട്ടൻ എന്ത് പറഞ്ഞു? എല്ലാം ഓക്കെ അല്ലേ? അളിയ, വേദാന്തും അമൂല്യയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആവും. അത് ശരിയാ. ചേട്ടനെ കാണുന്ന റൗഡി കൊച്ചി പറഞ്ഞത് ഞാൻ കേട്ടതാ. അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയോ? എല്ലാം മായയാണ് ബോസ്. ഇപ്പോ ചൂടായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ തിളച്ചു നിൽക്കുക, ഒന്നും മാറിയിട്ടില്ല. ഇനി എന്താ നടക്കാൻ പോകുന്നൊന്നും അറിയില്ല. എനിക്കിനി ഒരുപാട് ജോലികളുണ്ട്. അമൂല്യ മേഡത്തിന് കോഫി കൊടുക്കണം, ഫുഡ് റെഡിയാക്കണം. നിങ്ങൾ രണ്ടുപേരും ആലോചിക്കും. തിന്നാ വല്ലതുണ്ടോ? കോഫി കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വിശക്കുന്നു. അളിയ, വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ആഹാരം കഴിച്ചില്ലെങ്കിലേ ഒന്നിനുള്ള എനർജി ഉണ്ടാവില്ല. ഒരിക്കലും നടക്കാത്ത ഈ എൻഗേജ്മെന്റിന് ഇത്രയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടൂ ബാഡ്. നിങ്ങൾ എത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്താലും ശരി, ഞാനിതൊക്കെ നശിപ്പിക്കാൻ പോകുമല്ലേ. ഇഡിയറ്റ്സ്.